ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പിന് ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ജീരക കഞ്ഞി, നോമ്പ് കഞ്ഞി എന്നൊക്കെ പറയും. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ കഞ്ഞി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് കഞ്ഞിൻ്റെ അരി 1 കപ്പ് എടുക്കാം. ഇനി അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണെങ്കിൽ 1 വിസിൽ മതിയാവും. ഇപ്പോൾ 1 വിസിലിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കിയപ്പം കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നി. അപ്പോൾ അതിലേക്ക് 1 കപ്പ് കൂടെ വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അത് തിളപ്പിച്ച ശേഷം നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ആ കഞ്ഞിയിലേക്ക് തേങ്ങ വെച്ചിട്ടൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ, 10-12 ചുവന്നുള്ളി, 2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം, തേങ്ങ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് ഓപ്ഷണലാണ്. മഞ്ഞ കളർ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. അത് നന്നായി അരച്ചെടുത്തിട്ടുള്ളതാണിത്. നല്ലോണം അരയണം. ഇനി നമ്മൾ ഇത് കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനു മുന്നേ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഈ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ചൂടായി സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നോമ്പിന് ക്ഷീണമൊക്കെ മാറാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.